ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 6. ദൗഭൂതസർഗൗ ലോകേസ്മിൻ ദേവാസുര ഏവ ച ദൈവോ വിസ്തരശഃ പ്രോക്ത ആസുരം പാർത്ഥ മേ ശൃണു. വിവർത്തനം. ഹേ പാർത്ഥ, ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ആസുരം, ദൈവീകം എന്നീ 2 വിഭാഗങ്ങളിൽ ഒന്നിൽപ്പെടും. ഞാൻ ദൈവീക ഗുണങ്ങളെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞുവല്ലോ. ഇനി ആസുരങ്ങളായവയെ വിവരിക്കാം. ഭാവാർത്ഥം. ദൈവീക പ്രകൃതിയുള്ളവനാണ് അർജുനൻ എന്ന് എടുത്തു പറഞ്ഞ ശേഷം ആസുര പ്രകൃതി എന്തെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വിശദീകരിക്കുന്നു. ഈ ലോകത്തിൽ ബദ്ധരായ ജീവാത്മാക്കൾ 2 തരത്തിലുള്ളവരാണ്. ദൈവിക പ്രകൃതിയോടെ ജനിച്ചവരും ആസുര പ്രകൃതിക്കാരും. ആദ്യത്തെ കൂട്ടർ നിയന്ത്രിത ജീവിതം നയിക്കുന്നു. അതായത് പ്രാമാണികരുടെയും വേദഗ്രന്ഥങ്ങളുടെയും നിബന്ധനകളെ അനുസരിക്കുന്നു. ആധികാരിക ധർമ്മഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ ആയിരിക്കണം ഒരാളുടെ പ്രവൃത്തി. ഇതിനെ ദിവ്യമായ മനോഭാവം എന്ന് പറയാം. വേദോക്ത പ്രമാണങ്ങളായ ജീവിത നിയമങ്ങളെ മറികടന്ന് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരത്രേ ആസുര സ്വഭാവികൾ. ശാസ്ത്രപ്രോക്തങ്ങളായ പ്രമാണങ്ങളെ അനുസരിക്കുന്നതിൽ മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ദേവന്മാരും അസുരന്മാരും പ്രജാപതിയുടെ സന്താനങ്ങൾ തന്നെയെന്ന് വേദങ്ങൾ പറയുന്നു. ഒരു കൂട്ടർ വേദോക്ത ധർമ്മം അനുഷ്ഠിക്കുന്നു, മറ്റൊരു കൂട്ടർ അങ്ങനെ ചെയ്യുന്നില്ല എന്നേയുള്ളൂ. ശ്ലോകം 7. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഃ ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. വിവർത്തനം. ചെയ്യേണ്ടതെന്തെന്നോ ചെയ്യരുതാത്തതെന്തെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. ഭാവാർത്ഥം. പരിഷ്കൃത ജനസമൂഹങ്ങളിലെല്ലാം പണ്ടുമുതൽക്കേ അനുസരിച്ചു പോരുന്ന ചില ധർമ്മശാസ്ത്ര നിബന്ധനകൾ ഉണ്ടാവും. വൈദിക സംസ്കാരം സ്വീകരിച്ചവരും ഏറ്റവും പരിഷ്കൃത ജനതയെന്ന് പ്രസിദ്ധിയുള്ളവരുമായ ആര്യന്മാരുടെ ഇടയിൽ വേദപ്രോക്തങ്ങളായ ആചാരങ്ങൾ അനുസരിക്കാത്ത കൂട്ടരെ ആസുര സ്വഭാവികളെന്ന് കരുതിപ്പോന്നു. ധർമ്മശാസ്ത്ര നിയമങ്ങൾ അവർക്കറിഞ്ഞുകൂടാ. അറിഞ്ഞനുസരിക്കണമെന്ന് ആഗ്രഹവുമില്ല. പലർക്കും അറിവില്ല. അറിഞ്ഞവർക്ക് അനുസരിക്കാൻ സന്നദ്ധതയോ വിശ്വാസമോ ഇല്ല. അതിനാൽ വേദ നിർദ്ദേശങ്ങൾക്ക് അവർ വഴങ്ങുകയുമില്ല. ബാഹ്യമായോ ആന്തരമായോ ഉള്ള ശുചിത്വവും ഈ അസുരന്മാർക്കില്ല. കുളി, പല്ലുതേപ്പ്, വസ്ത്രം മാറ്റൽ മുതലായവ പതിവായി ചെയ്ത് ശരീരം ശുദ്ധമാക്കി വയ്ക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അതത്രേ ബാഹ്യശുദ്ധി. ആന്തരശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എപ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ സ്മരിക്കുകയും മഹാമന്ത്രം ജപിക്കുകയും വേണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ 2 തരം ശുചിത്വത്തെയും ആ സുരസ്വഭാവികൾ ഇഷ്ടപ്പെടുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യന്റെ പെരുമാറ്റങ്ങൾക്ക് നിർദ്ദിഷ്ടങ്ങളായ അനവധി നിബന്ധനകളുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ ഒട്ടാകെ നിയമഗ്രന്ഥമാണ് മനുസംഹിത. ഇന്നും പൈതൃകാവകാശം മുതലായ നിയമവിഷയങ്ങളിൽ ഹിന്ദുക്കൾ ഈ സംഹിതയെയാണ് ആശ്രയിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ലെന്ന് മനുസംഹിത വ്യക്തമായി പറയുന്നു. അവരെ അടിമകളെപ്പോലെ കരുതണമെന്നല്ല ഇതിൻ്റെ അർത്ഥം, കുട്ടികളെപ്പോലെ നോക്കണമെന്നാണ്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് അവർ അടിമകളെപ്പോലെ കരുതപ്പെടുന്നു എന്നർത്ഥമില്ല. ഇത്തരം പ്രമാണങ്ങളെ അസുരന്മാർ ഇന്ന് തിരസ്കരിച്ചു കഴിഞ്ഞു. പുരുഷന്മാർക്കുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും വേണമെന്നാണ് അവരുടെ വാശി. ഏതായാലും ഇത് ലോകത്തിൽ പൊതുവെയുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയെ കൂടുതൽ മെച്ചമാക്കിയിട്ടില്ല. വാസ്തവത്തിൽ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും സ്ത്രീക്ക് സുരക്ഷിതത്വമാണ് ആവശ്യം. ബാല്യത്തിൽ പിതാവും, യൗവനത്തിൽ ഭർത്താവും, വാർദ്ധക്യത്തിൽ പ്രായം തികഞ്ഞ പുത്രനും സ്ത്രീയുടെ രക്ഷ കൈയേൽക്കണം.
മനുസംഹിത വിധിക്കുന്ന ശരിയായ സാമൂഹ്യ നിയമമാണിത്. ആധുനിക വിദ്യാഭ്യാസം സ്ത്രീ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പൊള്ളയായ ധാരണ കൃത്രിമമായി ആവിഷ്കരിക്കയാൽ വിവാഹമെന്നത് സമൂഹത്തിന് കേവലം ഒരു ഭാവനയായി. സ്ത്രീയുടെ ധാർമ്മിക നിലവാരവും ഇന്ന് ഉത്കൃഷ്ടമായെന്ന് പറയാൻ വയ്യ. ആസുര പ്രകൃതിയുള്ളവർ സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന ഏത് പ്രമാണത്തെയും എതിർക്കുകയേയുള്ളൂ. ഋഷീശ്വരന്മാരുടെ അനുഭവജ്ഞാനത്തെ അംഗീകരിക്കാത്തതുകൊണ്ടും അവർ നിർദ്ദേശിച്ച നിയമങ്ങളെ അവഗണിക്കുന്നതുകൊണ്ടും അസുരന്മാരുടെ സാമൂഹ്യസ്ഥിതി എത്രയും ശോച്യമായിരിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.